ഫിഫ ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യമിട്ട ബ്രസീൽ കളത്തിലേക്ക് വരികയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ നോർവേയാണ് എതിരാളികൾ. ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് മത്സരം. രണ്ട് കിടിലൻ ടീമുകൾ, ലോകത്തെ തന്നെ മികച്ച അറ്റാക്കിംഗ് നിരയുള്ള രണ്ട് ടീമുകൾ തമ്മിലാണ് ഈ ആവേശ പോരാട്ടം. അപ്പോൾ രാത്രി 1:30 കാത്തിരിപ്പിലാണ് ഫുട്ബോൾ ആരാധകരൊക്കെ തന്നെയുള്ളത്. ബ്രസീൽ 5 തവണ ലോക ചാമ്പ്യന്മാരായ ടീം നോർവേ ഏർലിംഗ് ഹാലൻഡിന്റെ കരുത്തിൽ കുതിക്കുന്ന ഒരു വമ്പൻ നിര. യൂറോപ്പിൽ യോഗ്യതാ റൗണ്ടിലൊക്കെ തന്നെ വലിയ മാർജിനിൽ ഗോൾ അടിച്ചു കൂട്ടിയ ഒരു ടീം. എന്തായിരിക്കും ഫലമെന്ന് ഇപ്പോൾ പറയാൻ പറ്റാത്തത്ര പ്രവചനാതീതമായ ഒരു മത്സരം തന്നെയായിരിക്കും ഇത് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ബ്രസീലിന്റെ എതിരാളികൾ ചില്ലറക്കാരല്ല. എന്ത് തന്ത്രമായിരിക്കും ഡോൺ കാർലോ നോർവേക്കെതിരെ പയറ്റുക എന്നതാണ് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടത്. മൂസിൻ സിസി വിശദീകരിക്കുന്നത് അതിലേക്ക്. നോർവേ ചെറിയ ടീമല്ലെന്നറിയാം, അവർ മികച്ച ഫോമിലാണെന്നും അറിയാം. ഈ കളി എളുപ്പമാകില്ലെന്ന് നന്നായി അറിയാം. പക്ഷേ ബ്രസീൽ അതിൻ്റെ പരമ്പരാഗത ശൈലിയിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ട് പോകില്ല. നോർവേക്കെതിരായ മത്സരത്തിന് മുമ്പ് ബ്രസീലിയൻ പരിശീലകന്റെ വാക്കുകളാണിത്. ജപ്പാനെതിരെ പയറ്റിയ അതേ ആക്രമണ ഫുട്ബോൾ തന്നെയായിരിക്കും ആഞ്ചലോട്ടി നോർവേക്കെതിരെയും പുറത്തെടുക്കുക. അങ്ങനെയെങ്കിൽ ഹാളണ്ടിന്റെ മറുപടി എന്താകും? ബ്രസീലിന്റെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയാണ്. വിനീഷ്യസ് ജൂനിയർ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന ടൂർണമെന്റാണിത്. ഒപ്പം മാത്യൂസ് കുന്നയും യുവതാരം റയാനും കൂടി ചേരുമ്പോൾ ഫ്രണ്ട് ത്രീയെക്കുറിച്ച് ആശങ്കയുടെ ആവശ്യമേയില്ല. മധ്യനിരയിൽ ബ്രൂണോ ഗിമാറസും കസമിറയും വീണ്ടും ഫോമിലായതോടെ അവിടെയും എല്ലാം ഓക്കെയാണ്. എന്നാൽ സൂപ്പർ താരം ലുക്കാസ് പക്വറ്റയുടെ പരുക്ക് ബ്രസീലിന്റെ മധ്യനിരയിലെ ക്രിയേറ്റിവിറ്റിയെ ചെറുതായി ബാധിക്കാൻ സാധ്യതയുണ്ട്. മറുഭാഗത്ത് നോർവേയുടെ കരുത്ത് അറ്റാക്കിംഗ് ജോഡികളായ ഏർലിംഗ് ഹാളണ്ടും മാർട്ടിൻ ഒഡേഗാർഡുമാണ്. ഒഡേഗാർഡിന്റെ പാസും ഹാളണ്ടിന്റെ ഫിനിഷിങ്ങും ബ്രസീലിന് വലിയ ഭീഷണി തന്നെ ഉയർത്താൻ സാധ്യതയുണ്ട്. എന്നാൽ പ്രതിരോധ നിരയിലെ പിഴവ് ബ്രസീൽ മുതലെടുക്കാൻ സാധ്യത കൂടുതലാണ്. വിങ്ങുകളിലൂടെയുള്ള ബ്രസീലിന്റെ മുന്നേറ്റങ്ങളെ തടയാൻ നോർവേ ശരിക്കും ബുദ്ധിമുട്ടും. ഈ മത്സരത്തിൽ ഏറ്റവും വലിയ ആകർഷണം ലോകത്തിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കറായ ഏർലിംഗ് ഹാളണ്ടിനെ ബ്രസീൽ എങ്ങനെ മെരുക്കും എന്നതാണ്. പ്രീമിയർ ലീഗിൽ ഹാളണ്ടുമായി നിരന്തരം ഏറ്റുമുട്ടി പരിചയമുള്ള ആഴ്സണൽ ഡിഫൻഡർ ഗബ്രിയലിനെ തന്നെയായിരിക്കും നോർവേ താരത്തെ മാർക്ക് ചെയ്യാനുള്ള ചുമതല. ഹാളണ്ടിന് ബോക്സിനുള്ളിലേക്ക് ഓടിക്കയറാൻ സ്പേസ് നൽകാതിരിക്കുക എന്നതായിരിക്കും ബ്രസീലിന്റെ ആദ്യ തന്ത്രം. മാർക്കിനോസും ഗബ്രിയലും ചേർന്ന് ഹാളണ്ടിനെ ഒരു ഫിസിക്കൽ യുദ്ധത്തിലൂടെ സമ്മർദ്ദത്തിലാക്കാനും ശ്രമിക്കും. ഹാളണ്ടിന്റെ കരുത്തിനെയും വേഗതയെയും നേരിടാൻ ഡിഫൻസീവ് ലൈൻ അല്പം പിന്നോട്ട് നിർത്തി കളിക്കാനാകും ആഞ്ചലോട്ടി ആദ്യം ശ്രമിക്കുക. ഒഡേഗാർഡിനെ വളഞ്ഞ് ഹാളണ്ടിലേക്കുള്ള വഴി കട്ട് ചെയ്യാനും ബ്രസീൽ നീക്കം നടത്തും. മിഡ്ഫീൽഡിനെ നിരന്തരം പ്രസ് ചെയ്ത് ഹാളണ്ടിന്റെ ഭീഷണി പകുതിയായി കുറക്കാനായിരിക്കും ബ്രസീൽ മുതിരുക. മത്സരത്തിൽ പിന്നിൽ പോയാലും സ്ക്വാഡ് ഡെപ്ത് ഉപയോഗിച്ച് തിരിച്ചു വരാനും ബ്രസീലിനറിയാം. നോർവേയുടെ തന്ത്രങ്ങൾ പ്രധാനമായും ലോ ബ്ലോക്ക് ഡിഫൻസും കൗണ്ടർ അറ്റാക്കുമാണ്. ഹാഫ് ചാൻസ് പോലും ഗോളാക്കാൻ മിടുക്കുള്ള ഹാളണ്ടിലേക്ക് പന്ത് എത്തിക്കുകയായിരിക്കും അവരുടെ ആദ്യ ദൗത്യം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കണക്കുകൾ പരിശോധിച്ചാൽ നോർവേക്കെതിരെ അത്ര നല്ല റെക്കോർഡല്ല ബ്രസീലിനുള്ളത്. ഏതായാലും ഇരു ടീമും രണ്ടും കൽപ്പിച്ചിറങ്ങുമ്പോൾ ഫുട്ബോൾ പ്രേമികൾക്ക് നല്ലൊരു മത്സരം തന്നെ കാണാനാകും. മൂസിൻ സിസി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പോലെ രണ്ടും കൽപ്പിച്ച ടീമുകൾ കനിഞ്ഞിറങ്ങുമ്പോൾ അല്ലെങ്കിൽ തുനിഞ്ഞിറങ്ങുമ്പോൾ അത് അപ്പോൾ ഒരു ആവേശകരമായ മത്സരം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.